പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ക്ലെമന്റ്, റോമിലെ വിശുദ്ധ ക്ലെമന്റ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ദൈവമക്കൾക്ക് നൽകുന്നുണ്ട്. റോമിലെ വിശുദ്ധ ക്ലെമന്റ് കൊറിന്തർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ശരീരത്തെ പരിശുദ്ധമായും മുദ്രയെ കറകൂടാതെയും കാത്തു സൂക്ഷിക്കുക. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് നാം ഇത് ചെയ്യേണ്ടത്. ഈ മാംസം വിധിക്കപ്പെടുകയില്ലെന്നും പുനരുദ്ധാനം ചെയ്യുകയില്ലെന്നും ആരും പറയാതിരിക്കട്ടെ. ഈ ശരീരത്തെ പരിശുദ്ധമായും മുദ്രയെ കറകൂടാതെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുവിൻ. ഇത് നമുക്കുള്ളൊരു ഡ്യൂട്ടിയാണ്. ആത്മാവിനെ മാത്രം വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചാൽ പോരാ, നമ്മുടെ ശരീരത്തെയും വിശുദ്ധമായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങളുണ്ട് ഭൂമിയിൽ. ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാപമാണ് വ്യഭിചാരം. വ്യഭിചാരം ചെയ്യുന്നൊരു വ്യക്തി ആ വ്യക്തിയുടെ ശരീരം മുഴുവനെയും അശുദ്ധിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ശരീരം മുഴുവനും അശുദ്ധമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്: വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിന് എതിരായി പാപം ചെയ്യുന്നു. ആ പാപത്തിൽ നിബന്ധിക്കുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും അശുദ്ധമായി, ഡെസക്രേറ്റഡായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തെ അശുദ്ധമാക്കുന്ന പലതരത്തിലുള്ള പാപപ്രവൃത്തികളുണ്ട്. ആ പാപപ്രവൃത്തികളുടെ പ്രത്യേകത, ആ പാപപ്രവൃത്തി ചെയ്യുമ്പോൾ ചെയ്യുന്ന മാത്രയിൽ തന്നെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട് ശരീരം അശുദ്ധമാകുന്ന മാത്രമല്ല, ആ പാപത്തിൻ്റെ അരൂപിയായ പാപത്തിൻ്റെ ദേവൻ, പാപത്തിൻ്റെ അരൂപി ആ ശരീരത്തിൽ വന്ന് വസിക്കാൻ തുടങ്ങും. ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ വചനം പഠിപ്പിക്കുകയാണ്: തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ, വ്യഭിചാരം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ, വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, വിവാഹത്തിന് ശേഷം ഭാര്യയോടല്ലാതെ മറ്റ് പരസ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരുമായി ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, വ്യഭിചാരം എന്ന പാപത്തിന് അടിമയായ ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയുടെ ശരീരം അശുദ്ധമാണ്. ഇറ്റ് ഈസ് എ ഡെസക്രേറ്റഡ് ബോഡി. ശരീരം അശുദ്ധമാണ്. അയാളുടെ കൈയും കണ്ണും ശ്വാസവും കാലും, the whole body is desecrated, അശുദ്ധമാണ്. മാത്രമല്ല, അവിടെ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്: വ്യഭിചാര ദുർഭൂതം, ഭൂതം, വ്യഭിചാരത്തിന്റെ ഭൂതം അവരിയ്ക്കുകയാണ്. ആ കണ്ണുകള് നോക്കുമ്പോൾ തന്നെ ഈ ഭൂതം മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ തുടങ്ങും. വ്യഭിചാരത്തിന്റെ ഭൂതം വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ആ പാപത്തിൽ വീണവര്. തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. മാത്രമല്ല, വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. സ്വയംഭോഗം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും, സ്വവർഗഭോഗത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, പ്രീ മാരിറ്റൽ സെക്സ്, കല്യാണത്തിന് മുമ്പ് മറ്റ് പെൺകുട്ടികളുമായി വിവാഹബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, മകനെ മകളെ നീ ഇത് മനസ്സിലാക്കണം. ഒരു പക്ഷേ നീ ജീവിക്കുന്ന സമൂഹത്തിൽ പലരും നിന്നെ കൈയടിക്കാനുണ്ടാവും, പ്രോത്സാഹിപ്പിക്കാനുണ്ടാവും. ബലേബേഷ്, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മൾക്ക് ന്യായമാണ് എന്ന് നിന്നെ പറയാനും നിന്നെ പിമ്പിരി കയറ്റാൻ ആളുണ്ടായിരിക്കും. നിത്യ നരകത്തിൽ കിടക്കുമ്പം നീ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നീ മറക്കരുത്. അവിടെ നിന്നെ സഹായിക്കാൻ ഈ കൈയടിക്കുന്നവർക്ക് പറ്റുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഗവൺമെന്റ് അംഗീകരിച്ചു, ഇവിടെ നാട്ടുകാർ അംഗീകരിച്ചു, ഇവിടെ വീട്ടുകാർ അംഗീകരിച്ചു, ഇവിടെ അപ്പനമ്മയും തടസ്സം പറഞ്ഞില്ല, ഇവിടെ ഭാര്യ തടസ്സം പറഞ്ഞില്ല, ഇവിടെ ഭർത്താവ് തടസ്സം പറഞ്ഞില്ല, ഇവിടെ മക്കള് തടസ്സം പറഞ്ഞില്ല എന്ന് വിചാരിച്ചൊരു പാപം പുണ്യമായി മാറും എന്ന് നീ വിചാരിക്കരുത്. നിന്റെ ആത്മാവിന്റെ നിത്യരക്ഷയും നിന്റെ ശരീരത്തിന്റെ നിത്യത നീ ഓർക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്: ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ദൈവത്തിങ്കലേക്ക് പോകാൻ കഴിയുകയില്ല.
വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. അവരോ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. ധ്യാനം നടക്കും, രണ്ടുപേർ ഒരുമിച്ച് ഇവിടെ അടുത്തടുത്തിരിക്കും. ഒരാൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും, ഒരാൾക്ക് ഒന്നും മനസ്സിലാവില്ല. അവരുടെ ഹൃദയം അടഞ്ഞിരിക്കുക. ഉള്ളിൽ നല്ല മനുഷ്യനാ, പക്ഷെ പിശാച് ഹൃദയം അടച്ചു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങൾ, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ, പാപത്തിന്റെ അരൂപി, അവന്റെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ ഹൃദയം ഉരുകി കരയാനായിട്ട് കൃപയുള്ളവർ ഇവിടെ ഉണ്ട്. കേൾക്കുമ്പോൾ തന്നെ അനുദപിക്കാൻ സാധിക്കുന്നവരുണ്ട്, ദേവാലയത്തിലേക്ക് തുറവി കിട്ടുന്നവരുണ്ട്, ദൈവത്തോട് താല്പര്യം തോന്നുന്നവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ തോന്നുന്നവര്, മടുപ്പ് തോന്നുന്നവര്, ക്ഷീണം തോന്നുന്നവര്, എതിർപ്പ് തോന്നുന്നവര്, ചീത്ത വിളിക്കാൻ തോന്നുന്നവര് ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ഓരോരുത്തരിലും പ്രവർത്തിക്കുന്ന അരൂപിയുടെ അവസ്ഥയാണത്. വചനം വീണ്ടും നമ്മൾ വായിക്കുകയാണ്. ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക്, നാശത്തിലേക്ക് സഞ്ചരിക്കുന്നവരുണ്ട്, രക്ഷയിലേക്ക് സഞ്ചരിക്കുന്നവരുണ്ട്. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് രാത്രി നിങ്ങൾ മനസ്സിൽ ചങ്കിൽ കൈവച്ചെന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ കുടുംബം എത്ര പേര് രക്ഷയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങളുടെ കുടുംബം എത്ര പേര് നാശത്തിലേക്ക് സഞ്ചരിക്കുന്ന അറിഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ലാതെ കുടുംബത്തിൽ ജീവിക്കുന്നു? നാശത്തിലേക്ക് സഞ്ചരിക്കുന്നവരുണ്ട്, രക്ഷയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ, കാരണം എന്താ? ദൈവത്തിന്റെ വിളി അവർക്കുണ്ടായിരുന്നു. പക്ഷേ എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ, പാപത്തിന്റെ അരൂപി, അവരുടെ കണ്ണുകളെ അന്ധമാക്കി. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നൊരു നല്ല വിശുദ്ധയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ഇടവകയിൽ. +2 വരെ ആ കുട്ടി ശരിക്കും ഇനി അടുത്ത മദർ തെരേസ അല്ലെങ്കിൽ കൊച്ചു ത്രേസ്യ പുണ്യവതി ആകാനുള്ള കുട്ടിയാണ്. അതേപോലെ വിശുദ്ധയായിരുന്നു. എന്നാൽ +2 കഴിഞ്ഞ് ഒരു കോഴ്സിന് ഏതോ ഒരു പട്ടണത്തിൽ കൊണ്ടുവന്ന് ചേർത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ ഓരോ കാര്യങ്ങൾക്ക് കൊണ്ട് ചേർക്കുമ്പം കുമ്പസാരവും കുർബാനയും പള്ളിയും ആത്മീയതയൊക്കെ ഉറപ്പാക്കാൻ പറ്റിയൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ചേർക്കണം. പണവും പത്രാസിച്ചിരി കുറഞ്ഞാലും വിശുദ്ധി പ്രാർത്ഥനയും കുറയരുത്, അത് നോക്കണം എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ആ കുട്ടീനെ അവിടെ കൊണ്ടേ ആക്കി. ആ കുട്ടി ഒരു പ്രേമബന്ധത്തിൽ മറ്റൊരു ജാതിയിലുള്ള ഒരാളുമായിട്ട് പ്രേമബന്ധത്തിൽ കുടുങ്ങി. പിന്നെ അതിൻ്റെ സ്വഭാവം എല്ലാം പോയി. 8-10 മാസം കഴിഞ്ഞ് അവസാനം അതിനെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് പ്രേമത്തിലായ ചെറുപ്പക്കാരൻ്റെ കൂടെ പെൺകുട്ടി പിന്നെ ഇങ്ങനെ സർക്കിട്ടാണ് പട്ടണത്തിൽ കൂടെ. പല ദിവസങ്ങൾ ക്ലാസ്സിൽ പോയില്ല. ഈ പ്രേമത്തിലായ ആ ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് ജീവിതം. അങ്ങനെ പാപത്തിൽ പൂണ്ട് നശിച്ച് അവസാനം പാരൻസ് പോയി പിടിച്ചുകൊണ്ട് വന്ന് പട്ടണത്തിൽ നിന്ന് പഠിപ്പൊക്കെ നിന്നു തന്നെ പിടിച്ചുകൊണ്ട് വന്ന്. എത്ര പറഞ്ഞാൽ ഈ കുട്ടിയുടെ മനസ്സ് മാറിയല്ല. അവസാനം ആ കുട്ടിയെ ഏട്ടപ്പാടി കൊണ്ടുവന്നു. എനിക്ക് പരിചയമുള്ള കുടുംബമായതുകൊണ്ട് ഞാൻ പറഞ്ഞ കേൾക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് കുട്ടിയെ കൊണ്ടുവന്നതാണ്. കുട്ടി വളരെ ഉത്സാഹത്തോടെയാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു, എല്ലാം കുട്ടി ശ്രദ്ധിച്ച് കേട്ടു. ഞാൻ പറഞ്ഞു, കുട്ടി നീ ഇങ്ങനെ പോയാൽ നിൻ്റെ ആത്മാവ് നിത്യനരകത്തിൽ പോകും. മാത്രമല്ല, നീ കല്യാണം കഴിച്ച നിൻ്റെ കുട്ടികൾക്ക് പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാൻ പറ്റില്ല, മരിച്ച പള്ളിയിലെ സെമിത്തേരി അടക്കാൻ പറ്റില്ല. മാത്രമല്ല, പെരുന്നാളൊക്കെ വരുമ്പോൾ നിനക്ക് പോയി നിൻ്റെ വീട്ടുകാരുടെ കൂടെ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ പോയാൽ നിൻ്റെ ആത്മാവ് നശിച്ചു പോവുകയുള്ളൂ. ആ വരായി എല്ലാം കുട്ടിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടി എല്ലാം ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കുട്ടി രക്ഷ പ്രാപിക്കാനുള്ള ഒരു അനുഗ്രഹത്തിലേക്കായെന്ന്. അവസാനം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി നിൻ്റെ തീരുമാനമുണ്ട്. ആ കുട്ടി പറഞ്ഞു, അച്ഛനെ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, കുട്ടി നീ വേഗം മുട്ടുകുത്തിക്കോ. ഞാൻ വേഗം ഊറാറ് എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ വെഞ്ചിരിക്കുന്ന വെള്ളമൊക്കെ എടുത്ത് റെഡിയായി ചെന്ന് ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് മോളെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയാണ്, ഈ എത്രയും പെട്ടെന്ന് ആ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കുട്ടിയെ
നിന്നോട് ഈ 1.5 മണിക്കൂർ എടുത്ത് നിന്റെ ആത്മാവിന് നിത്യനാശത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കുർബാന സ്വീകരിക്കുന്നതിനെക്കുറിച്ചും മാമോദിസയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നിന്റെ തലയിൽ ഒന്നും കയറിയില്ല കുട്ടി. അപ്പൊ കുട്ടി പറയാണേ, അച്ഛൻ്റെ ഒരു നശിച്ച സ്വർഗവും, അച്ഛൻ്റെ ഒരു മാമോദിസ, ഒരു കുർബാനെ എത്രയും പെട്ടെന്ന് ചെറുപ്പക്കാരനൊരു കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രീ ആക്കി വിടാനായിട്ട് പറയുകയാണ്. ഞാൻ അന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നിങ്ങൾ സത്യമായിട്ട് വചനമൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്താ അങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് കർത്താവ് പറയണത്, അതായത് ജഡത്തിൻ്റെ പാപങ്ങളിൽ വീണ് ശരീരം അശുദ്ധമായാൽ ഈ ശരീരം അശുദ്ധമാകുന്ന ശരീരത്തിൽ ഇരിക്കുന്ന അരൂപിക്ക് ഈ പറയുന്ന വചനം ഇഷ്ടമായാൽ, അതാണ് 2 കൊരിന്തോസ് 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം നിഗൂഢമായി പൊതിയപ്പെട്ടത്, ഒന്നും മനസ്സിൽ ടച്ച് ചെയ്യാത്തതായിട്ടിരിക്കും. നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ കണ്ണിനെ അന്ധമാക്കി. ഈ പാപം ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ കുരുടാക്കി കളയും. ആന്തരിക നേത്രങ്ങളെ കുരുടാക്കി കളഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പാപത്തെ ന്യായീകരിക്കാൻ ഒരു 10,000 വാദമുഖങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് പറ്റും. എന്നാൽ ദൈവരാജ്യ സംബന്ധമായ ഒരു കാര്യം സ്വീകരിക്കാൻ അവർക്ക്, അതിനെ നിഷേധിക്കാനുള്ള ഒരു 10,000 മുട്ടായുക്തികളും അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി നിങ്ങളിൽ ചിലർ തടവിലാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വന്നേക്കാം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടി പറഞ്ഞു, എനിക്ക് കുർബാനയും കുമ്പസാരവും ഒന്നുമല്ല എനിക്ക് പ്രധാനപ്പെട്ടത്, എനിക്ക് ആ ചെറുക്കനെ കെട്ടണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളെന്ന് പറഞ്ഞു. അതിന് ആത്മാവിന് നിത്യതയോ മരണത്തിന് ശേഷമുള്ള ജീവിതമോ സ്വർഗമോ നരകമോ ഒന്നും, നിത്യസത്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ കണ്ണ് കുരുടായിപ്പോയി. അതായത് വലിയ പണ്ഡിതന്മാർ, ആത്മീയ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു കഴുകൻ ശവം തിന്നാൻ തുടങ്ങിയാൽ ആദ്യം അതിൻ്റെ കണ്ണുകൾ കൊത്തിപ്പറിക്കും, പിന്നെ ബാക്കി ഭാഗം തിന്നാൻ തുടങ്ങും. അതുപോലെ തന്നെ ജഡത്തിൻ്റെ പാപം, ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപം ഒരു വ്യക്തി ചെയ്താൽ ഈ പാപത്തിൻ്റെ ദേവൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ആദ്യം തന്നെ ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവരാജ്യത്തെ വിലമതിക്കാനുമുള്ള ആന്തരിക കണ്ണുകൾ അത് കുരുടാക്കി കളയും. പിന്നെയാണ് ബാക്കി നാശം വിതയ്ക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വ്യഭിചാരം, അതുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സ്ലീഹന്മാർ പഠിപ്പിച്ചു, വ്യഭിചാരത്തിൽ നിന്ന്, ശരീരത്തെ അശുദ്ധമാക്കുന്ന ജഡിക പാപങ്ങളിൽ നിന്ന്, ലൈംഗിക പാപങ്ങളിൽ നിന്ന് ഓടി അകലുവീൻ. എന്തെന്നാൽ മനുഷ്യൻ ചെയ്യുന്ന മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. ശരീരത്തെ അശുദ്ധമാക്കുന്ന അടുത്ത പാപമാണ് മദ്യപാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനം പാപമാണ് എന്ന് അംഗീകരിക്കാൻ ആരും മടിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവത്തിൽ അത് കണക്കാക്കണം. നമുക്ക് നൈനിമിഷിക സുഖങ്ങൾ മാത്രം മതിയോ? ഇതിനും അപ്പുറത്തുള്ള നിത്യരാജ്യത്തെക്കുറിച്ച്, നിത്യരാജ്യത്തിലെ ദൈവത്തിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ല? ദൈവത്തിന്റെ വചനം വിശുദ്ധ ലിഖിതങ്ങളിൽ മദ്യപാനത്തെ അകൃത്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങൾ, ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ അവിടെ ആഹ്ലാദ തിമർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയും, നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കുമെന്നവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഈ തിന്മയെ വിളിക്കുന്നതാണ് അകൃത്യം. ബൈബിൾ മദ്യപാനത്തെ അകൃത്യം എന്ന് വിളിക്കാൻ ഒരു 5 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണമാണ്, ഇത് അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്. റോമാലേഖനത്തിൽ 13-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെ 2ആയി തിരിച്ചിരിക്കുകയാണ്. പ്രകാശത്തിന്റെ പ്രവൃത്തി, അന്ധകാരത്തിന്റെ പ്രവൃത്തി. മദ്യപാനത്തെ അന്ധകാരത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. വായിക്കാം, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് സുഖലോലുപതയിലോ അവിഹിത വീഴ്ചകളിലോ
അസൂയയിലോ കലഹത്തിലൊന്നും വ്യാപരിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ പ്രവർത്തികൾ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് പ്രകാശത്തിൻ്റെ പ്രവൃത്തി, രണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തി. മദ്യപാനത്തെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തി, പിശാചിൻ്റെ പ്രവൃത്തി ആയിട്ടാണ് ദൈവവചനം ചിത്രീകരിച്ചിരിക്കുന്നത്. മദ്യം പാപമാണെന്ന് പറയാനുള്ള മറ്റൊരു കാരണം അത് ജഡത്തിൻ്റെ ദുരാസക്തിയാണ്. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വായിച്ചു നോക്കിക്കേ. വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയിൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മദ്യം പാപമാണെന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണമാണ് അത് ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തിന് നാശം വിതയ്ക്കുന്നതായതുകൊണ്ടാണ് ഗവൺമെന്റ് എല്ലാ മദ്യക്കുപ്പിയുടെ മുകളിലും ഒരു വാണിംഗ്, ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാ കള്ള് ഷാപ്പിന്റെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? മദ്യപാനം ഹാനികരം എന്ന് പറഞ്ഞത് അർത്ഥം ഹാനികരം, പോഷണം നൽകുന്നതാണോ? നശിപ്പിക്കുന്നത്, നശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നശിപ്പിക്കണം എന്ന് അറിഞ്ഞാലും പിന്നെയും കുടിക്കുക. ശരീരത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തി ഏതു തന്നെയാണെങ്കിലും, മദ്യം മാത്രമല്ല, ഏതു തന്നെയാണെങ്കിലും അതെല്ലാം ദൈവവചനം നിരോധിച്ചിരിക്കുകയാണ്. ഒരു ദൈവ പൈതൽ അത് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യം പാപമാണെന്ന് പറയാനുള്ള നാലാമത്തെ കാരണമാണ് അത് ദൈവരാജ്യത്തിന്റെ വാതിൽ അടയ്ക്കുന്ന പാപമാണ്. കൊരിന്ത്യൻസാർക്ക് എഴുതിയ 1-ാം ലേഖനം, 1 കൊരിന്ത്യൻസ് 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, ചാപ്റ്റർ 6 വേഴ്സ് 10. 1 കൊരിന്തോസ് 6:10. അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാം തിരുലിഖിതം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം വായിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യം പാപമാണെന്ന് പറയാനുള്ള എത്രാമത്തെ കാരണമായി? 5. 6-ാമത്തെ കാരണം അത് നിങ്ങളെ നിത്യ നരകത്തിൽ കൊണ്ടുപോയി ബന്ധിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ ആരൊക്കെ എന്തൊക്കെ ന്യായീകരിച്ചാലും ശരി, ഒരു പാപം, ദൈവവചനം ലംഘിച്ച ഒരു പാപം അത് ചെയ്ത് മുന്നോട്ട് പോയാൽ അത് അവസാനം ആ വ്യക്തിയെ നിത്യ നരകത്തിൽ കെട്ടിയിടും. യെശയ്യാ പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ. യെശയ്യാ 5-ാം അധ്യായം 13-ഉം 14-ഉം തിരുലിഖിതങ്ങൾ ഉറക്കെ വായിക്കാം. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അതിനാൽ പാതാളത്തിന്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു, സീമാതീതമായി അത് വായ് പിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീനരും സാധാരണക്കാരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ ചെന്ന് നിപതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല ഇത് നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന പാപമാണെന്ന് അടിസ്ഥാനമായി അടുത്ത നാശത്തിന് മദ്യം നിരോധിക്കാനുള്ള അടുത്ത കാരണം അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് സുഖം മാത്രം നോക്കിയാൽ മതിയോ? സുഖം മാത്രം നോക്കിയാൽ മതിയോ? വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും മദ്യം കഴിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ ദാരുണമായ തകർച്ച നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് അനുഭവിച്ചു തീർക്കേണ്ടി വരും. ഇത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2 മുതൽ 4 വരെ തിരുലിഖിതങ്ങളാണ്. ശരീരത്തോട് ബന്ധപ്പെട്ട് സുഖലോലുപതയിൽ മുഴുകിയിരിക്കുന്ന സർവ്വ മനുഷ്യരും, മദ്യത്തിന്റെ കാര്യം മാത്രമല്ല
ശരീരത്തിൻ്റെ സുഖലോലുപതയിൽ ബന്ധപ്പെട്ട് പാപത്തിൽ പൂണ്ടിരിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ സുഖലോലുപതയിൽ ജീവിക്കുന്നതിൽ ആനന്ദിക്കുന്ന മകനോ മകളോ ഇവിടെ ഉണ്ടെങ്കിൽ സർവരും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രഭാഷകൻ 6-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കാം. എൻ്റെ മകനെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. ഒരു കാളക്കൂറ്റനെ പോലെ അത് നിന്നെ കുത്തിക്കീറും. അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ അവസാനം ഒരു ഉണക്കമരമായി മാറും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഒരു കുടുംബത്തിലെ ഇലകൾ, പൂക്കൾ, കായ്കൾ, ഫലങ്ങൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എൻ്റെ മകനെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അത് നിന്നെ ഒരു കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ അവസാനം ഒരു ഉണക്കമരമായി മാറും. നിന്റെ ഇലകളും ഫലങ്ങളും ക്ഷയിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ നിന്റെ മക്കളുടെ മേലും നിന്റെ ജീവിത പങ്കാളി, നിന്റെ കുടുംബത്തിലെ സകലത്തിന്റെ മേലും അതിന് ഒരു പ്രത്യേക ഗ്രിപ്പുണ്ട്. നിന്റെ ഇലകളും പൂക്കളും കായ്കളും ഫലങ്ങളും അത് നശിപ്പിക്കും. നിനക്ക് നിന്റെ കുറച്ചു കാലത്തെ സുഖം മാത്രം മതിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമൻ കുറച്ചു കാലം ചെടിക പാപത്തിൽ അല്ലെങ്കിൽ സന്തോഷത്തിൽ, ഇങ്ങനെ സുഖലോലുപതയുടെ സന്തോഷത്തിൽ മുഴുകി. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം, അവിടെ ആ മഹാനായ ആ മഹാത്മാവിന്റെ ജീവിതത്തെ തകർത്ത ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി, നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, സന്തതി പരമ്പരയെ നീ മലിനമാക്കി, അവരെ നീ ക്രോധത്തിന് ഇരയാക്കി. ജഡിക പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ് സന്തതി പരമ്പരകളെ മലിനമാക്കുന്നു. മാത്രമല്ല, അവർ ക്രോധത്തിന് ഇരയായി മാറും. നിന്റെ ഇലകളും പൂക്കളും കായ്കളും തിന്നു നശിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവമുള്ളൊരു മേഖലയാണത്. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സഭ നമുക്ക് നൽകുന്ന ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. ഈ ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളതാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് സമ്പത്ത് തരുമ്പോൾ, ദൈവം നമുക്ക് പഠിപ്പ് തരുമ്പോൾ, ജോലി തരുമ്പോൾ കിട്ടുന്ന ശമ്പളം മുഴുവനും ഈ ശരീരത്തിൻ്റെ സുഖലോലുപതയിൽ പൂണ്ട് അർമാദിച്ച് നടക്കാൻ വേണ്ടിയുള്ള ചിന്തിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലേവ്യരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ വീണ്ടും 1-2 കാര്യങ്ങൾ പറയാണ്. സ്ത്രീയോ പുരുഷനോ, സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോടുകൂടെയും പുരുഷനോടുകൂടെ എന്നുള്ള സ്ത്രീയോടുകൂടെ സഹിച്ച് നീ പാപം ചെയ്യരുത്. സ്വവർഗ ഭോഗത്തിന് നീ ഇരയാകരുത്. സ്ത്രീ സ്ത്രീയോട് കൂടെ സഹിച്ച് പാപം ചെയ്യുക, പുരുഷൻ പുരുഷൻ്റെ കൂടെ സഹിച്ച് പാപം ചെയ്യുക. ശരീരത്തെ അശുദ്ധമാക്കുന്ന മറ്റൊരു പാപമാണത്, സ്വവർഗഭോഗം. അടുത്തത് 18-ാം അധ്യായം 23-ാം വാക്യം. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പാപം ചെയ്യരുത്. അതാണ് മൃഗഭോഗം. ചെയ്യരുത്. അത് വൈകൃതമാണ്. അത് ലൈംഗിക വൈകൃതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് തരം ശരീരത്തിൽ ടാറ്റു ഒട്ടിക്കുക, എന്തെങ്കിലും ചിത്രങ്ങളുടെയോ ആരെങ്കിലും നമ്മൾ പ്രേമിക്കുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളോ വരച്ചോ ചിഹ്നമോ പേരോ വരച്ചോ എഴുതിയോ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന പേരാണ് പച്ച കുത്തുക. ശരീരത്തിൽ പച്ച കുത്തുന്നത് ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപകൃത്യമാണ്. നിങ്ങൾ മാമോദീസയാൽ മുദ്രിതമായി, ഇത് കർത്താവ് കോൺസെൻട്രേറ്റ് ചെയ്ത ശരീരമാണ് ഓരോരുത്തരുടെ ശരീരം. അതിൽ വേറൊരു ചിഹ്നം വരച്ചോ വേറൊരു പേര് എഴുതിയോ നിങ്ങൾ അതിനെ ഡെസക്രേറ്റ് ചെയ്യരുത്. ഒരൊറ്റ ശരീരത്തിലും കർത്താവായ ദൈവത്തിൻ്റെ ആ ഒരു മുദ്രയല്ലാതെ, മാമോദീസയുടെ മുദ്രയല്ലാതെ മറ്റ് ഒന്നും കൊത്തിക്കൊണ്ടോ വരച്ചുകൊണ്ടോ എഴുതിക്കൊണ്ടോ നടക്കരുത്. ശരീരത്തിൽ നിങ്ങൾ പച്ച കുത്തരുത്. ഇത് കർത്താവ് നിരോധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ശരീരത്തെ അശുദ്ധമാക്കുന്ന നിരവധി പാപകൃത്യങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ ശരീരത്തെ ദൈവം ഇത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണെന്ന് സാത്താൻ അറിയാം. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ഈ ശരീരം ഒഴിച്ച് ബാക്കി ഒന്നിനും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവത്തിന് ഉദ്ദേശമില്ല. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് ഈ ഹ്യൂമൻ ബോഡീനെ മാത്രമാണ് സ്വർഗത്തിലേക്ക് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് സാത്താൻ അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും ഡെസക്രേറ്റ് ചെയ്യണം എന്നുള്ളത് സാത്താന് നിർബന്ധമാണ്.
അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന ബിസിനസ് എന്ന് ചിന്തിച്ചു നോക്കിയേ, പുകവലി, ടുബാക്കോ ഉൽപ്പന്നങ്ങളുടെ ബിസിനസ്, ലിക്കർ ഉൽപ്പന്നങ്ങളുടെ ബിസിനസ്, ഇങ്ങനെ പോർണോഗ്രഫി പോലെയുള്ള ലൈംഗിക പാപത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പാപങ്ങളുടെ ബിസിനസ്, അതൊക്കെ മദ്യത്തിൻ്റെ ബിസിനസ്, ബാർ, എല്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരുക. സാത്താന് നിർബന്ധമുണ്ട് അതൊക്കെ വളരണം, എങ്കിലേ ഈ ശരീരത്തെ അശുദ്ധമാക്കി നിത്യ നരകത്തിലേക്ക് ഇതിനെ നിബന്ധിക്കാൻ കഴിയുകയുള്ളൂ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.